ആളുകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ അടിയോടടിയാണ്. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ കൂട്ടുകെട്ടുകളെല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമായ മട്ടാണ്. ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ പൊരിഞ്ഞടി. സംഭവം എന്ന് വെച്ചാൽ വെസൽ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതായത് പാത്രം കഴുകാതെ കിടക്കുന്നു, സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നൂറ അനുവിനോട് പാത്രം കഴുകാനായിട്ട് പറയുന്നുണ്ട്. അനു അക്ബറുമാണ് വെസൽ ടീമിൽ വരുന്നത്. അതിൽ അക്ബർ മുക്കാലോളം പാത്രം കഴുകി കഴിഞ്ഞു. ബാക്കിയുള്ള പാത്രം അനുവിനോട് കഴുകാനായിട്ട് പറയുന്നു. എന്നാൽ അനു പറയുന്നത് ഞാൻ ഇപ്പോൾ കഴുകില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഒറ്റയ്ക്ക് പാത്രം മൊത്തം കഴുകിക്കോളാം. എന്നാൽ നൂറ് ഒരുപാട് വട്ടം പാത്രം കഴുകാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അനു പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പാത്രം കഴുകുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ നൂറയ്ക്ക് അവിടെ ദേഷ്യം പിടിക്കും. നൂറ പറയുന്നുണ്ട്, എന്നാൽ നീ തന്നെ അങ്ങോട്ട് ക്യാപ്റ്റൻ ആയിക്കോ, ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞു തരാം. നിനക്ക് എന്തും ചെയ്യാന്നുള്ള അഹങ്കാരല്ലേ, കാരണം പുറത്ത് നിനക്ക് PR ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ അനുവിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഒടുക്ക അനുവിന് ദേഷ്യം പിടിച്ച അനു പുറത്തേക്ക് പോകുമ്പോൾ നൂറയുടെ അടുത്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നീ ഫൈനൽ 5 എത്തിയ അഹങ്കാരമല്ലേ നിനക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അനുമോള് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ നൂറയ്ക്ക് അത് അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അനുവിന്റെ പുറകെ തന്നെ നൂറയും പോകുന്നുണ്ട്. പിന്നെ അവിടെ പൊരിഞ്ഞടിയാണ്. നൂറ പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞ എനിക്ക് ഫൈനൽ 5ന്റെ അഹങ്കാരമാണെന്ന് അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയതാണ്, നിന്റെ പോലെ PR-ന്റെ ബലത്തിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ രണ്ടിന്റെയും സ്വഭാവം എനിക്ക് മനസ്സിലായല്ലോ, ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ രണ്ടിന്റെയും സ്വഭാവം. അപ്പൊ നൂറയും ആദിലും പറയുന്നുണ്ട്, ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്, ദൈവമായിട്ടാണ് ഞങ്ങൾക്ക് നിന്റെ സ്വഭാവം കാണിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുമായിട്ട് ലൈവിൽ പൊരിഞ്ഞടിയാണ്. അനീഷ് മാത്രമാണ് ഇപ്പോൾ അനുവിന്റെ കൂടെ നിൽക്കുന്നത്. എന്തായാലും ഒരു കാലത്തെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ടുള്ള അനുമോളും ആദില നൂറയും ഇപ്പൊ 2 തട്ടിലായിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.